CMRL എക്സാലോജിക് ഇടപാടിൽ ഹർജിക്കാരനായ ഷോൺ ജോർജിന് രേഖകൾ കൈമാറരുതെന്ന് ഹൈക്കോടതി. രേഖകൾ ആവശ്യപ്പെട്ടുള്ള ഹർജിയിന്മേൽ അഡീഷണൽ സെഷൻസ് കോടതിക്ക് വിധി പറയാമെന്നും കോടതി. അനുകൂല ഉത്തരവെങ്കിൽ പോലും രേഖകൾ കൈമാറരുതെന്നും ഹൈക്കോടതി ഇടക്കാല ഉത്തരവിട്ടു. ഗോപിക അരവിന്ദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഗോപിക, എന്തുകൊണ്ടാണ് കോടതി ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞത്? ആരതി, ഇത്തരത്തിൽ ഈ ഹർജിക്കാരനായ ഷോൺ ജോർജ് ഇത്തരത്തിൽ ഈ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് കീഴ്ക്കോടതിയിൽ നിലവിൽ ഒരു ഹർജി നിലനിൽക്കുന്നുണ്ട്. അത് അഡീഷണൽ സെഷൻസ് കോടതിയിലാണ്. അത് വിധി പറയാം എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഇത്തരത്തിലൊരു ഹർജി, ഈ രേഖകൾ കൈമാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഹർജി CMRL തന്നെ SFO ആയ സുരേഷ് കുമാർ ആയിരുന്നു ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നത്. അത്തരത്തിലുള്ള ഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഈ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് ഈ CMRL എക്സാലോജിക് ഇടപാടിന്റെ രേഖകൾ ഈ ഷോൺ ജോർജ് ആവശ്യപ്പെട്ടുകൊണ്ട് കീഴ്ക്കോടതിയിലും അതുപോലെ തന്നെ ഹൈക്കോടതിയിലും മുൻപ് ഹർജി സമർപ്പിച്ചിരുന്നു. എന്നാൽ ഹൈക്കോടതി ഈ ഹർജി തള്ളുകയും കീഴ്ക്കോടതിയിൽ ഇത് നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇത് വിധി പറയാൻ മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരു വിധി, ഈ രേഖകൾ കൈമാറാൻ ഒരു വിധി വന്നാൽ പോലും അത്തരത്തിൽ കൈമാറ്റം നടക്കരുത് എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി ഇടക്കാല ഉത്തരവിലൂടെ പറഞ്ഞു വെക്കുന്നത്. ആരതി, ശരി, ഗോപിക അരവിന്ദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.